വളരെ പ്രധാനപ്പെട്ട വിവരം സർക്കാരുമായി ബന്ധപ്പെട്ട് DMK-യുമായി ബന്ധപ്പെട്ട് G. പ്രസാദ് കുമാർ കൂടി പങ്കുവയ്ക്കും. പ്രസാദ്, സർക്കാർ തലത്തിൽ ഇപ്പോൾ ആലോചനകൾ, മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ ആലോചന നടക്കുകയാണോ? എന്താണ് സംഭവിച്ചതെന്ന വിലയിരുത്തലാണോ അതോ നടപടികളിലേക്കാണോ? എങ്ങനെയാണ്? രതീഷ, ഇപ്പോൾ രാത്രി വൈകി മുഖ്യമന്ത്രി MK സ്റ്റാലിനും അവിടെ ചെന്നൈയിലുള്ള മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലെത്തിയപ്പോൾ ആലോചന നടത്തുകയാണ്. ഈ സ്ഥിതിയെ, ഈ ദുരന്തത്തെ എങ്ങനെ മറികടക്കണം, ഇതിന് എങ്ങനെ അടുത്ത നടപടി എന്താവണം. നാളെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തന്നെ കരൂരിലേക്ക് പോകുന്നുണ്ട്. അതിനു മുമ്പ് അവിടെ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ ആലോചിക്കാനായിട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ചെന്നൈയിലുള്ള മന്ത്രിമാരും ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ എത്തിയിരിക്കുന്നത്. രാത്രി വൈകി 9:45 കഴിഞ്ഞു. ഇപ്പോഴാണ് മന്ത്രിയും മുഖ്യമന്ത്രിയും മന്ത്രിമാരുടെ സംഘവും സെക്രട്ടേറിയറ്റ് മന്ത്രിസഭാ യോഗം തന്നെയെന്ന് പറയാം. എല്ലാ മന്ത്രിമാരും അവിടെ ഇല്ലെങ്കിൽ പോലും ചെന്നൈയിലുള്ള മന്ത്രിമാരുടെ യോഗം ചേർന്ന് ഈ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. നാളെ രാവിലെ MK സ്റ്റാലിൻ തന്നെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. മറ്റൊരു കാര്യം രതീഷ് നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കമലഹാസന് തിളങ്ങാൻ കഴിഞ്ഞില്ല, പക്ഷേ വിജയ് തിളങ്ങി. കമലഹാസൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണം അതെല്ലാം തന്നെ ഞാനും അവിടെ ചെന്നൈയിലുള്ള സമയത്ത് യാത്ര ചെയ്ത് പോയാണ്. പക്ഷേ ഒരിക്കലും വിജയുടെ പരിപാടിയുടെ 10-1 പോലും ജനക്കൂട്ടം കമലഹാസൻ്റെ പരിപാടിക്കില്ലായിരുന്നു. പക്ഷേ വിജയുടെ എല്ലാ പരിപാടികളും വലിയ ജനക്കൂട്ടം കണ്ടു. അത് രാഷ്ട്രീയമായിട്ട് വലിയ ഒരു ഭയം DMK-യിലും DMK-യിലും BJP-യിലേക്ക് ഉണ്ടായിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു ദുരന്തം ഉണ്ടായതോടെ ഇതിന് എങ്ങനെയാണ് അടുത്ത ദിവസങ്ങളിൽ വിജയെ നേരിടുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ശരി, ഇതൊരു വളരെ ക്രൂഷ്യലായൊരു മൊമെൻ്റാണ് എന്ന് പറയേണ്ടി വരും, അത് രാഷ്ട്രീയമായി. അതേസമയം തമിഴ് ജനതയെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്, വലിയ ദുരന്തമാണ്, രാജ്യത്തെ സംബന്ധിച്ച് വലിയ ദുരന്തമാണ്. സാധാരണ മനുഷ്യർ, കുട്ടികൾ ഉൾപ്പെടെ ഇപ്പോൾ മരിച്ചത് 33 പേരാണ് എന്ന വിവരം. 31 പേർ അത് സർക്കാർ സ്ഥിരീകരിക്കുന്നു. നിരവധി പേർ അതീവ ഗുരുതരമായ ആശുപത്രികളിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു. മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട്. മരിച്ചവരിൽ 16 പേർ സ്ത്രീകളാണ്. കുട്ടികൾ, 5-6 കുട്ടികൾ ഈ മരിച്ചവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി തന്നെ അനുശോചനം അറിയിക്കുന്നു. അപ്പോൾ ഇത് വലിയൊരു ദുരന്തമാണ്. അതേസമയം തന്നെ തമിഴക രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടിയായി മാറുന്നു. അങ്ങനെ പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. പക്ഷേ തമിഴ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ സാഹചര്യം അതാണ്.